ഉത്തർപ്രദേശിലെ ഹാത്രസിൽ ഭോലെ ബാബ എന്ന ആൾദൈവത്തിന്റെ പ്രാർത്ഥനാ ചടങ്ങിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ഉയരുന്നു. സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളിൽ ഇതുവരെ മരിച്ചത് 122 പേരാണ്. പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ദേവപ്രകാശ് മധുക്കറിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ആൾദൈവം ഭോലെ ബാബ ഒളിവിലാണ്. ഹാത്രസിൽ നിന്ന് സജു തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാരായൺ ഹരി എന്ന ഭോലെ ബാബയുടെ ആത്മീയ പ്രഭാഷണത്തിൽ പങ്കെടുക്കാനെത്തിയ 120-ലധികം പേരാണ് ഇന്നലെ മരണപ്പെട്ടത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശത്താണ് ഇന്നലെ വലിയ രീതിയിലുള്ള പ്രാർത്ഥന പരിപാടി നടന്നത്. ഈ പരിപാടിക്കിടെയാണ് അപകടമുണ്ടായത്. തിക്കിലും തിരക്കിലും പെട്ട് 125-ലധികം പേരാണ് മരിച്ചത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ സ്ത്രീകളും കുട്ടികളും അടക്കം ഉള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇതൊരു ചതുപ്പ് നിലമാണ്, കൃഷിഭൂമിയാണ്. ഇവിടെ ഏകദേശം 20 ദിവസത്തോളം നീണ്ടുനിന്ന പ്രയത്നത്തിലൊടുവാനാണ് ഇതുപോലെ ഒരു വേദിയാക്കിയെടുത്തത്. അതിനുശേഷമാണ് ഇന്നലത്തെ 2 മണിക്കൂറത്തെ ആത്മീയ പരിപാടിക്ക് വേണ്ടിയാണ് ഈ സ്ഥലം വിനിയോഗിച്ചത്. അതിനുശേഷം ഭോലെ ബാബ മടങ്ങുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിന് അടുത്തേക്ക് എത്തിയ ജനങ്ങളാണ് വലിയ രീതിയിലുള്ള തിക്കിലും തിരക്കിലും പെട്ട് മരണത്തിനിരയായത്. പ്രധാനമായിട്ടും ഉയരുന്ന ആക്ഷേപം ഭോലെ ബാബയുടെ സെക്യൂരിറ്റി ഗാർഡുകൾ ഇവിടുത്തെ ജനങ്ങളെ തള്ളി മാറ്റുകയും റോഡിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തതോടെയാണ് അപകടമുണ്ടായതെന്നാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആക്ഷേപം. എന്തായാലും സംഭവത്തിന് പിന്നാലെ ഭോലെ ബാബയെ അന്വേഷണ സംഘം തിരയുകയാണ്. അദ്ദേഹം ഒളിവിലാണ്. നമുക്ക് ഇന്നലെ ഈ പ്രദേശത്തുണ്ടായിരുന്ന ഇവിടുത്തുകാരായ ചില മനുഷ്യരുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന്. कल भोले बाबा जी का सत्संग हो रहा था। यहाँ अन्य अन्य राज्यों से आए हुए लोग सत्संग सुनने आए थे यहाँ पर। जब बाबा जी का सत्संग खत्म हो गया उसके बाद बाबा जी निकल के जा रहे थे यहाँ, तो लोग उनकी जो चरणों की धूल है उसके लेने के लिए भागे थे। फिर इधर से उधर घूम कर आए थे वो लोग। इस नाले की तरफ गिर गए, एक के ऊपर एक गिरता गया। काफ़ी संख्या में लोगों की मौत हुई है, सैकड़ों में। अभी 2-4 डेड बॉडी रात में मिली है यहाँ पर, उनकी अभी शनाख्त नहीं की जा रही। पता नहीं वो लावारिस है अभी तो। അതായത് ആത്മീയ പ്രഭാഷണം കഴിഞ്ഞ് ഭോലെ ബാബ വാഹനത്തിലേക്ക് കയറാനായി ഇതുവഴി നടന്നു വന്നു. അദ്ദേഹം ഈ റോഡിലേക്ക് എത്തി. ഇവിടെ എത്തുന്ന സമയത്താണ് വൻ ജനക്കൂട്ടം, ഏകദേശം ഒരു 5000-10000-ത്തിലധികം വരുന്ന ജനക്കൂട്ടം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശസ്സിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. ആ തിക്കിലും തിരക്കിലും പെട്ടാണ് ഈ റോഡിന് മറുവശം കാണുന്ന കുഴിയിലേക്ക് ഈ ജനങ്ങൾ വീഴുന്നത്. അവിടെയും ഒരു കൃഷിഭൂമിയാണ്. ഈ കൃഷിഭൂമിയിൽ നിറയെ ചെളിക്കുണ്ടുകളാണ്. ഇവിടേക്ക് വീണ് ഇവരുടെ മുകളിലേക്ക് വീണ്ടും മനുഷ്യർ കയറി നിന്നാണ് ശ്വാസം കിട്ടാതെ ഏകദേശം 80ഓളം മനുഷ്യർ തൽക്ഷണം ഇന്നലെ ഇവിടെ മരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇന്നലെ ഇവിടെ ഉണ്ടായ അപകടത്തിൻ്റെ ഭീകരത എന്തുമാത്രമാണെന്ന്. അതായത് ഈ റോഡിൽ നിന്നും ചെറിയ ഒരു താഴ്ചയുള്ള ഭാഗത്തേക്ക് ജനങ്ങൾ വീഴുകയും അവരെ രക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ആത്മീയ ഗുരുവിൻ്റെ ഭോലെ ബാബയുടെ അടുത്തേക്ക് വീണ്ടും മനുഷ്യർ ഓടിയെത്തിയതുമാണ് വലിയ അപകടമുണ്ടായത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും തേടി എത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ വ്യക്തമാകുന്നത് എന്തുമാത്രം ഭീകരതയാണ് ഇന്നലെ ഇവിടെ ഉണ്ടായതെന്നുള്ളതാണ്. ഹാത്രസിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം സജു തോമസ്.